Right now in Gaza, the children are starving, and the world is just watching in silence. ഏതാണ്ട് മാർച്ചോടുകൂടെ തന്നെ ഗാസയിലേക്കുള്ള എല്ലാ സഹായങ്ങളും അല്ലെങ്കിൽ എയ്ഡുകളും തന്നെ ഇസ്രായേൽ മിലിറ്ററി ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടുത്തെ ഫുഡ് പ്രൈസസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പീക്കായിട്ട് നിൽക്കുകയാണ്. എല്ലാതരം ബേക്കറീസും കടകളൊക്കെ തന്നെ ഷട്ട് ഡൗൺ ചെയ്തു. ഭക്ഷണമില്ല, വെള്ളമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, ഓൾമോസ്റ്റ് എവറിത്തിങ് ഈസ് ഗോൺ. ഏതാണ്ട് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2700-ലധികം കുട്ടികളാണ് ഇപ്പോൾ മാൽന്യൂട്രീഷൻ പോലും കിട്ടാതെ പട്ടിണി അനുഭവിക്കുന്നത്. ആൻഡ് ഇറ്റ് ഗെറ്റ്സ് വേഴ്സ്. ഗാസയിലേക്ക് വരുന്ന മറ്റ് 8 ട്രക്കുകളും അല്ലെങ്കിൽ 8 സ്റ്റേഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ മിലിറ്ററി ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിന് വേണ്ടി അലയുന്ന ആളുകളെ വെടിവെച്ച് കൊല്ലുന്നു, അതും പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം. ഇനി വെസ്റ്റ് ബാങ്കിന്റെ ഏരിയകളിലെ കഥകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇസ്രായേൽ മിലിറ്ററി 16ഉം 10ഉം വയസ്സുള്ള ടീനേജേഴ്സിനെയൊക്കെ മാസങ്ങളോളം ബേസിക് റൈറ്റ്സ് പോലും കൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ഈ കലാപങ്ങൾക്കൊക്കെ പിന്നിലായിട്ട് ഓൺ ദി ബാക്ക് സൈഡ് പ്രഷർ ഈസ് ആക്ച്വലി ബിൽഡിംഗ് അപ്പ്. ഫ്രാൻസ്, കാനഡ, UK ഇവരെല്ലാവരും തന്നെ പാലസ്തീനെ ഒരു സ്റ്റേറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഗ്ലോബൽ സമ്മിറ്റും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. വെൽ, ദിസ് ഈസ് നോട്ട് പൊളിറ്റിക്സ്, ഇറ്റ്സ് ഹ്യൂമൻ ലൈഫ്സ്. പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നിടുന്നതും അവർ ഭക്ഷണം കിട്ടാതെ അലയുന്നതായിട്ടുള്ള ഫൂട്ടേജസും കാര്യങ്ങളൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. എന്നിട്ടും നമ്മൾക്കിടയിലുണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ. ഇതൊരു വാറല്ല. വാർ എന്ന് പറയുന്നത് 2 സൈഡഡ് ആണ്. ദിസ് ഈസ് എ കംപ്ലീറ്റ്ലി ജനോസൈഡ്. സോ പ്ലീസ് ഡോണ്ട് ഇഗ്നോർ ദിസ്. സ്പീക്ക് അപ്പ്, ഷെയർ ദിസ്. റിമെമ്പർ, സൈലൻസ് ഇസ് എ ചോയ്സ്.